അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ആ വാഴത്തോട്ടത്തിൽ തന്നെയാണ്. ഇവിടെയുള്ള കുറച്ച് വാഴകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു 5-6 വാഴകൾ നശിപ്പിച്ചു, ചിലത് ഭക്ഷിച്ചു. അതുപോലെ തന്നെ തെങ്ങിൻ്റെ തൈകളുണ്ട്, അതിൽ തെങ്ങിൻ്റെ ഓലയൊക്കെ ഭക്ഷിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റു അനിഷ്ട സംഭവങ്ങളിലേക്കോ അക്രമ സ്വഭാവത്തിലേക്കോ ഒന്നും ആന പോയിട്ടില്ല. ശാന്ത സ്വഭാവക്കാരനായി തന്നെ നിൽക്കുന്നു എന്നതാണ്. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ 2 കവുങ്ങുകൾ അവിടെ കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആന ഉള്ളത്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മണിയോടുകൂടി ആന ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി വീടുകൾക്ക് സമീപത്തോടൊക്കെ നടന്നു വന്നിരുന്നു. അത് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് കാരണമായി. പക്ഷെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയും ഒക്കെ ആനയെ വീണ്ടും ഈ വാഴത്തോട്ടത്തിലേക്ക് തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസമായി നിൽക്കുന്നത്. ഒപ്പം നമ്മൾ നേരത്തേക്ക് പറഞ്ഞതുപോലെ ആനയെ മയക്കുവെടി വെക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമായി വനംവകുപ്പ് വിലയിരുത്തുന്നതും ഇവിടെ തന്നെയാണ്. ഈ ടെറൈൻ്റെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴായി ആനയ്ക്ക് കിലോമീറ്ററുകളൊക്കെ ഓടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ജനവാസ മേഖലയാണ് ഈ പറയപ്പെടുന്ന ഇടമെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ആ ടെറൈൻ അനുകൂലമായി തന്നെ എത്ര രീതിയിൽ ഓടിയാലോ അല്ലെങ്കിൽ മയങ്ങി വീഴുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആനയുടെ സുരക്ഷ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്തിടെ ഉണ്ടാകാൻ പോകുന്ന 2ാമത്തെ ഒരു മയക്കുപിടി എന്ന നിലയ്ക്ക് ആനയുടെ ശാരീരിക അവസ്ഥയ്ക്ക് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ടോ? അങ്ങനെ പ്ലാനിങ് എങ്ങനെയാണ് അവർ നടത്തുന്നത്? പ്രജിഷ, തീർച്ചയായും ഇതൊരു ചതുപ്പ് സ്ഥലമായിരുന്നു. മണ്ണിട്ട് നികത്തിയതാണ്. അതിനുശേഷമാണ് വാഴ വെച്ചത്. അതുകൊണ്ട് അത്ര ഒരു ഹാർഡായ ഏരിയ അല്ല. ഇൻ കേസ് ആനയെ മയക്കുപിടി വെച്ച് അത് ഒരു വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെയും ആനയ്ക്ക് പരിക്കേൽക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യം, മയക്കുപിടി വെച്ചതിന് ശേഷം ആ മയങ്ങുന്നതിന് മുമ്പ് വരെയുള്ള സമയം ആന ഓടാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിലും ഈ വാഴത്തോട്ടത്തിനിടയിൽ വാഴകൾക്കിടയിലൂടെ തന്നെ ഓടി മറ്റു പ്രദേശ വീടുകളിലേക്ക്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പുതിയ ദൃശ്യങ്ങൾ ശേഖരിക്കുക, പുതിയ വിവരങ്ങൾ ശേഖരിക്കുക. വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിന്റെ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മുടെ ഓർമ്മയിലുള്ളത് അരിക്കൊമ്പൻ ദൗത്യമാണ്. മഹാദൗത്യത്തിന് പിന്നാലെ നമ്മൾ മറ്റൊരു ദൗത്യത്തിന് കൂടി കേരളം സാക്ഷികളാകാൻ പോകുന്നു. അങ്ങനെ തണ്ണീർ എന്ന കാട്ടാനെ തളയ്ക്കാനായി തയ്യാറെടുക്കുകയാണ് മാനന്തവാടി.